ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 15 നോമ്പിൻ്റെ 9-ാം ദിവസമായ ഇന്ന് ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. 12-ാം വാക്യം: അതുകൊണ്ട് നാം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. പ്രതിസന്ധികളുടെ നടുവിൽ പ്രതീക്ഷ നൽകുന്ന, നൊമ്പരങ്ങളുടെ മധ്യത്തിൽ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ഈ നോമ്പ് കാലഘട്ടത്തിൽ ഞാൻ ഈ ചെറിയ ചിന്തയ്ക്ക് നൽകുന്ന തലക്കെട്ട് തമസോമ ജ്യോതിർഗമയ എന്നുള്ളതാണ്. ഇരുട്ടിൽ നിന്ന് എന്നെ വെളിച്ചത്തിലേക്ക് നയിച്ചാലും. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിൻ്റെ പ്രവൃത്തികളെ നാം പിന്തുടരണം എന്ന് ലേഖകൻ ഓർമ്മിപ്പിക്കുന്നു. ഇപ്രകാരം നമ്മൾക്ക് വെളിച്ചത്തിൻ്റെ പ്രവൃത്തികളെ മറ്റുള്ളവർക്ക് പകരുവാൻ സാധിക്കുമെന്ന് 14-ാം വാക്യത്തിൽ പൗലോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ നാം ധരിച്ചു കൊള്ളുമ്പോൾ ആണ്. ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ നമ്മളുടെ ജീവിതം പ്രകാശപൂരിതമായി മാറും. ക്രിസ്തു എന്ന ആയുധവർഗം നമ്മെ സ്നേഹത്തിലേക്കും അപരനെ കരുതുന്ന സൂക്ഷ്മകളിലേക്കും നയിക്കും. 8-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ അന്യനെ നാം സ്നേഹിക്കുമ്പോൾ ന്യായപ്രമാണം നാം നിവർത്തിക്കുകയാണ്. ബാഹ്യമായ കാഴ്ചകളേക്കാൾ ആന്തരികമായ പ്രകാശനമാണ് കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മീഖ പ്രവാചകൻ പറയുന്നത് പോലെ, ഞാൻ ഇരുട്ടത്ത് ഇരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും. ഇന്നിൻ്റെ കാലഘട്ടത്തിലും യഹോവയാകുന്ന ദൈവം നമ്മൾക്ക് വഴികാട്ടിയായിരിക്കണം. യഥാർത്ഥ വെളിച്ചമാകുന്ന യേശുവിൽ നിന്ന് വെളിച്ചം ഉൾക്കൊണ്ടവരായ നാം മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുന്ന ഗോപുരമായി മാറണം. ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ധാർമ്മികവും ആത്മീകവുമായ അന്ധകാരം വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യബോധമില്ലാതെ തപ്പിത്തടയുന്നവരാണ് നാം എല്ലാവരും. വിദ്വേഷവും പകയും പരത്തുന്ന മതതീവ്രവാദികൾ, സ്വാർത്ഥത ഉള്ളിൽ ഏറി ജീവിക്കുന്നവർ, അനേകരെ അരികുകളിലേക്ക് തള്ളിയിടുന്നവർ, സ്നേഹമില്ലാത്ത കുടുംബങ്ങൾ എല്ലാം അന്ധകാരത്തിൻ്റെ അനുഭവങ്ങളാണ്. എന്നാൽ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നമ്മൾക്ക് സ്നേഹത്താൽ അല്പ വെളിച്ചം പകരുവാനാകും. ഒരു ചെറു മിന്നാമിന്നിങ്ങിൻ്റെ വെളിച്ചമെങ്കിലും പകരുവാൻ നമ്മൾക്ക് കഴിയും. മനുഷ്യൻ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 16-ാം വാക്യം. കടന്നു പോകുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിൻ്റെ വെളിച്ചം പകരുവാൻ നമ്മൾക്ക് സാധിക്കണം. നിരാശയുടെ കരിനിഴലിൽ കഴിയുന്നവർക്ക് നമ്മളുടെ സാന്നിധ്യം കൊണ്ടും സാന്ത്വനം കൊണ്ടും സഹായം കൊണ്ടും പ്രകാശം പരത്തുവാൻ നമ്മൾക്ക് കഴിയണം. വിദ്വേഷവും ശത്രുതയും വാഴുന്നിടത്ത് സ്നേഹത്തിൻ്റെ കൈത്തിരി കത്തിക്കുവാൻ നമ്മൾക്ക് കഴിയണം. കൂരിരുട്ട് നിറഞ്ഞ രാത്രിയിൽ ചെറിയ വിളക്ക് പോലും പ്രകാശം പരത്തുന്നു. സ്നേഹത്തിൻ്റെ പ്രകാശം നൽകുന്ന മിന്നാമിനുങ്ങളായി നമ്മൾക്ക് മാറാം. ക്രിസ്തു എന്ന പ്രകാശത്തിൻ്റെ നന്മയുള്ള വസ്ത്രം ധരിക്കാം. നന്മയുള്ള മനുഷ്യരായി മാറാം. നമ്മൾക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നന്മയുടെയും നറുനിലാവ് ഞങ്ങളിൽ നിന്ന് ഒഴുകിപ്പരക്കുവാൻ, നീതിയിൽ സൂര്യനായ ക്രിസ്തുവിൻ്റെ പ്രകാശം പൂർണ്ണമായി പ്രതിഫലിപ്പിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.